ഇന്നിപ്പോൾ നിലമ്പൂരിലും ഇവിടെയുമായി ലഭ്യമായ റിക്കവറികൾ അനുസരിച്ച് ആകെ കിട്ടിയ ബോഡികളുടെ എണ്ണം 220 ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായ ബോഡി ഇല്ലാതെ ലഭ്യമായിട്ടുള്ള ശരീരഭാഗങ്ങളുടെ എണ്ണം 160 ഉയർന്നിട്ടുണ്ട്. ഇതിനകം 171 മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അൺക്ലെയിംഡായി ഡീകമ്പോസ്റ്റഡ് ആയിട്ടുള്ള 5 ബോഡികൾ ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൽപ്പറ്റയിൽ തന്നെ ബറീഡ് ഗ്രൗണ്ടിൽ സംസ്കരിക്കുകയുണ്ടായി. പിന്നെ ബറി ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 8 ബോഡികൾ കൂടി ഇന്ന് നമുക്ക് മേപ്പാടി പഞ്ചായത്തിലെ വെള്ളരിമല വില്ലേജിൽ വൈത്തിരി താലൂക്കിൽ കണ്ടെത്തിയിട്ടുള്ള HML പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ റവന്യൂ HML തർക്കങ്ങളൊക്കെയുള്ള ഭൂമിയാണ്. 64 സെൻറ്റ് സ്ഥലം DDMയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം കളക്ടർ ഏറ്റെടുത്തുകൊണ്ട് 64 സെൻറ്റ് സ്ഥലത്തിൽ ഒരു ബറീഡ് ഗ്രൗണ്ടായി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ കണക്കനുസരിച്ച് 1 സെൻറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് 7 ബോഡികളെങ്കിലും കുഴിച്ചിടാൻ കഴിയുന്ന വിധത്തിൽ ബറി ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകളാണുള്ളത്. 10 വരെ പോകുമെന്നാണ് നമ്മുടെ കണക്കെങ്കിലും 7 വെച്ചാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡീകമ്പോസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള 8 ബോഡികൾ കൂടി ഇന്ന് ആ ബറീഡ് ഗ്രൗണ്ടിൽ നമുക്ക് മറവ് ചെയ്യാൻ കഴിയും എന്ന ധാരണയാണ് നമുക്കുള്ളത്. എല്ലായിടത്തും വേറെ പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് സർവമത പ്രാർത്ഥനയോടുകൂടി ആ മൃതശരീരങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ ബഹുമതികളും കൊടുത്തുകൊണ്ട് മറവ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഇപ്പോൾ വയനാട് ജില്ലയിലാകെ 77 ക്യാമ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. 77 ക്യാമ്പുകളിലായി 8246 ആളുകൾ ഇപ്പോൾ അവിടെ താമസിച്ച് വരുന്നുണ്ട്. ഇവിടെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടലിൽ 17 ക്യാമ്പുകളാണ് ഇപ്പോൾ നമ്മൾ തുറന്നിട്ടുള്ളത്. 2551 പേർ ക്യാമ്പുകളിലുണ്ട്. ക്യാമ്പുകളിൽ 943 പുരുഷന്മാരും 981 സ്ത്രീകളും 627 കുട്ടികളും ഗർഭിണികളായിട്ടുള്ള 5 പേരും ഉൾപ്പെടെ 701 കുടുംബങ്ങളിലായി ആകെ 2551 പേരാണിപ്പോൾ അങ്ങനെ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത്. ഇന്ന് നമുക്ക് റിക്കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡിയിൽ ഒന്ന് മലപ്പുറത്ത് നിന്നുമാണ്. മറ്റൊന്ന് സൂചിപ്പാറയിൽ പല തരത്തിലായി ഛിന്ന ഭിന്നമായിട്ടുള്ള പാർട്ടുകൾ ആണ് പിന്നെ നമുക്കിവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻറ്റ് ബറീഡ് ഒബ്ജക്റ്റീവ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് 2 സ്ഥലങ്ങളിൽ അവർ കാണുകയുണ്ടായി. അവിടെ ഇപ്പോൾ ബന്ധപ്പെട്ട പരിശോധനകൾ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സും ചേർന്ന് നടത്തി വരികയാണ്. ഇപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ എല്ലാ ഫോഴ്സിൻ്റെയും മേജർമാരുടെയും ഭാരവാഹികളുടെയും യോഗം ഇവിടെ വെച്ച് തന്നെ മന്ത്രിതല ഉപസമിതി അംഗങ്ങളുമായും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടും കൂടി ചേരുന്നുണ്ട്. നമുക്കിപ്പോൾ NDRFൻ്റെ 120 പേർ, IRDBയുടെ 20 പേർ, കേരള പോലീസ് ഡോഗ് സ്ക്വാഡിൻ്റെ 6 പേർ, ടെലി 2 പേർ, ഫോറസ്റ്റിൻ്റെ 72 പേർ, ഫയർഫോഴ്സിൻ്റെ 460 പേർ, SOG 60 പേർ, MEG 160 പേർ, ആർമിയുടെ EME 161 പേർ, TA 20 പേർ, DSC 200 പേർ, നേവൽ ഫോഴ്സ് 53 പേർ, തമിഴ്നാട് ഫയർഫോഴ്സ് 48 പേർ, അങ്ങനെ 1382 പേരാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സേനാംഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ടീമിൻ്റെയും എല്ലാ ടീമിൻ്റെയും ലീഡർമാരുടെ സംയുക്ത യോഗം ഇന്ന് 6 മണിക്ക് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് നമുക്ക് നാളെ മുതൽ നടത്തിക്കൊണ്ടിരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പൊതു സ്ട്രാറ്റജിയെ സംബന്ധിച്ച് ഒരു പൊതു തീരുമാനമെടുത്ത് അറിയിക്കാൻ കഴിയുമെന്ന വിധത്തിലാണ് ആ യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്നൊരു പുതിയ സംവിധാനം കൂടി നമ്മൾ പരീക്ഷിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മൊത്തത്തിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തിൻ്റെ പഴയ കോണ്ടർ മാപ്പ് ആദ്യം തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സ്ഥലത്തെ കോണ്ടർ മാപ്പ് കൂടി തയ്യാറാക്കിക്കൊണ്ട്
ഓരോ റീജിയൻ്റെയും ഹൈറ്റിലുണ്ടായ മാറ്റങ്ങൾ പ്രത്യേകമായി കണക്കാക്കി നേരത്തെ ഉണ്ടായിരുന്ന മാപ്പും ഇപ്പോൾ മണ്ണും കല്ലും ചെളിയും ഒക്കെ വന്നുകൂടിയ മാപ്പും തമ്മിലുള്ള ഉയര വ്യത്യാസം പ്രത്യേകമായി മാർക്ക് ചെയ്തുകൊണ്ട് ഏത് ഏരിയയിലാണ് കൂടുതൽ അവശിഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്നതിൻ്റെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ഭാഗത്തു തിരച്ചിൽ ശക്തമാക്കുക എന്നൊരു പരിപാടി കൂടി ഇന്ന് ഉച്ചയോടുകൂടി ഫംഗ്ഷൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ബിൽഡിങ്ങുകളെ സംബന്ധിച്ചിട്ടുള്ള GIS മാപ്പ് കൂടി തുലനം ചെയ്തുകൊണ്ട് കൂടുതൽ വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമുക്ക് കഡാവർ ഡോഗ്സ് ഇപ്പോൾ 11 സ്ക്വാഡുകളാണുള്ളത്. നാളെ മീററ്റ് നിന്ന് ഒരു 4 ആർമിയുടെ പ്രത്യേക കഡാവർ ഡോഗ്സ് കൂടി എയർ ലിഫ്റ്റിങ്ങിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അവരുടെ കൂടി സേവനം രാവിലെ മുതൽ ഉപയോഗിക്കാൻ സാധ്യമാകും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്.